എന്റെ പ്രിയ സുഹൃത്തുക്കളെ, ഈ പള്ളി വിട്ട് ദൈനംദിന ജീവിതത്തിന്റെ തിരക്കുകളിലേക്ക് നിങ്ങൾ വീണ്ടും കാലെടുത്തു വയ്ക്കുന്നതിനു മുമ്പ് എയർപോർട്ട് ഉദ്യോഗസ്ഥരുടെ അന്വേഷണത്തിൽ നിന്ന് വ്യത്യസ്തമായി ഒരു ചോദ്യം ഞാൻ നിങ്ങളോട് ചോദിക്കാൻ ആഗ്രഹിക്കുന്നു. നിങ്ങളുടെ പാസ്പോർട്ട് കാണിക്കൂ. നിങ്ങളുടെ പഴ്സിലോ പോക്കറ്റിലോ ഉള്ള പാസ്പോർട്ട് അല്ല. നിങ്ങളുടെ ഫോട്ടോയും സർക്കാർ മുദ്രയും ഉള്ള പാസ്പോർട്ട് അല്ല. നിങ്ങളുടെ ആത്മാവിൽ നിങ്ങൾ വഹിക്കുന്ന പാസ്പോർട്ട്. നിങ്ങളുടെ യഥാർത്ഥ മാതൃരാജ്യം പ്രഖ്യാപിക്കുന്ന പാസ്പോർട്ട്. നിങ്ങളുടെ ക്രിസ്തുരാജ്യ പാസ്പോർട്ട്. ഇത് ഏതുതരം പാസ്പോർട്ടാണെന്ന് നിങ്ങൾ ചിന്തിച്ചേക്കാം. ഇതിന് ഫോട്ടോ ഇല്ല, കാരണം അതിലെ മുഖം കൂടുതൽ ക്രിസ്തുവിന്റേതുപോലെയാകാൻ ഉദ്ദേശിച്ചുള്ളതാണ്. അത് ഒരിക്കലും കാലഹരണപ്പെടുന്നില്ല, കാരണം അവന്റെ രാജ്യത്തിലെ പൗരത്വം എന്നേക്കുമായി നിലനിൽക്കും. ഈ ലോകത്തിന്റെ രാജ്യങ്ങളുടെ മുദ്രകൾ അതിൽ പതിഞ്ഞിട്ടില്ല. നിങ്ങൾ ക്രിസ്തുവിന്റേതായിക്കഴിഞ്ഞാൽ മറ്റൊന്നും യഥാർത്ഥത്തിൽ വീട് പോലെ തോന്നുന്നില്ല. ഈ പാസ്പോർട്ട് അനുസരിച്ച് നിങ്ങളുടെ ജന്മദേശം. നിങ്ങൾ ആദ്യം കരഞ്ഞ ആശുപത്രിയല്ല. സ്വർഗം നിങ്ങളെ അവകാശപ്പെടുകയും കൃപ നിങ്ങളുടെ ഐഡന്റിറ്റിയെ പുനർനിർമ്മിക്കുകയും ചെയ്തപ്പോൾ. സ്വർഗം നിങ്ങളെ അവകാശപ്പെടുകയും കൃപ നിങ്ങളുടെ ഐഡന്റിറ്റിയെ പുനർനിർമ്മിക്കുകയും ചെയ്തപ്പോൾ. സ്വർഗം നിങ്ങളെ അവകാശപ്പെടുകയും കൃപ നിങ്ങളുടെ ഐഡന്റിറ്റിയെ പുനർനിർമ്മിക്കുകയും ചെയ്തപ്പോൾ. നിങ്ങൾ സ്നാനത്തിന്റെ വെള്ളത്തിലേക്ക് മുങ്ങിയ നിമിഷം. ക്രിസ്തുവിനൊപ്പം മരിച്ച് അവനോടൊപ്പം ഉയിർത്തെഴുന്നേറ്റ ദിവസമാണ് നിങ്ങളുടെ അതിർത്തി കടന്നത്. കരുണനിയമമായ സംസ്കാരമായ ശ്വസിക്കുന്ന വായുവിനെ തന്നെ സ്നേഹിക്കുന്ന ഒരു മണ്ഡലത്തിലേക്ക് പ്രവേശിച്ചു. ക്ഷമയ്ക്ക് എല്ലാം വില നൽകുമ്പോൾ ക്ഷമിക്കുന്നവരും, കൈയിടിക്കാതെ സ്നേഹിക്കുന്നവരും, പരാജയത്തിനു ശേഷവും വീണ്ടും ശ്രമിക്കുന്നവരും. കാരണം കൃപ ഒരിക്കലും ഉപേക്ഷിക്കുന്നില്ല. അതിന്റെ ഭാഷ കാരുണ്യമാണ്, സാവധാനത്തിലും ഉദാരമായും സംസാരിക്കുന്നു. അതിന്റെ ഉച്ചാരണ കാരുണ്യം. അതിന്റെ വ്യാകരണ വിനയം. അതിന്റെ പദാവലി പ്രത്യാശ. എന്നിട്ടും നമ്മൾ ജീവിക്കുന്നത് ഭൗമിക രേഖകൾ പ്രാധാന്യമുള്ള ഒരു രാജ്യത്താണ്. ഇവിടെ ഇന്ത്യയിൽ ജീവിതം ലളിതവും സുരക്ഷിതവുമാക്കാൻ ബാങ്ക് അക്കൗണ്ടുകൾ, ഫോൺ കണക്ഷനുകൾ, ക്ഷേമ പദ്ധതികൾ, സ്കൂൾ പ്രവേശനങ്ങൾ എന്നിവയുമായി പോലും നമ്മുടെ ആധാർ കാർഡ് ബന്ധിപ്പിക്കാൻ സർക്കാർ നമ്മോട് ആവശ്യപ്പെടുന്നു. എന്നാൽ ഒരു കാര്യം മനഃപൂർവ്വം വേർതിരിച്ചിരിക്കുന്നു: നമ്മുടെ വോട്ടവകാശം. ആ വേർതിരിവ് നമ്മെ വഞ്ചനയിൽ നിന്ന് സംരക്ഷിക്കാനും തിരഞ്ഞെടുപ്പുകൾ സത്യസന്ധമായി നിലനിർത്താനും ഉദ്ദേശിച്ചുള്ളതാണ്. എന്നിട്ടും ആധാറും വോട്ടർ പട്ടികയും നേരിട്ട് ബന്ധപ്പെട്ടിട്ടില്ലാത്തതിനാൽ ഡ്യൂപ്ലിക്കേറ്റ് വോട്ടുകളെയും മോഷ്ടിച്ച ശബ്ദങ്ങളെയും കുറിച്ചുള്ള ഭയം നിലനിൽക്കുന്നു. ഈ പോരാട്ടങ്ങൾ നമ്മെ ഓർമ്മിപ്പിക്കുന്നു: ഭൗമിക വ്യവസ്ഥകൾ ആവശ്യമാണെങ്കിലും അപൂർണമാണ്. ഒരു കാർഡിനോ ഒരു ഡാറ്റാബേസിനോ ഒരു ബയോമെട്രിക് സ്കാനോ ഒരിക്കലും നമ്മൾ ആരാണെന്ന് പൂർണ്ണമായി നിർവചിക്കാനോ നമ്മുടെ ആഴമേറിയ വ്യക്തിത്വം സംരക്ഷിക്കാനോ കഴിയില്ല. വൈകല്യമുള്ള സംവിധാനങ്ങൾക്കിടയിൽ രാഷ്ട്രം നമ്മുടെ വോട്ട് സംരക്ഷിക്കാൻ ശ്രമിക്കുന്നതുപോലെ ക്രിസ്തു തന്റെ നിത്യരാജ്യത്തിൽ നമ്മുടെ യഥാർത്ഥ പൗരത്വത്തെ സംരക്ഷിക്കുന്നു. നമ്മുടെ സ്വത്വം പേപ്പറുകളിലോ സംഖ്യകളിലോ അല്ല. നമ്മുടെ രാജാവിന്റെ സ്നേഹം, കരുണ, കൃപ എന്നിവയിലാണ് കാണപ്പെടുന്നത്. അതിനാൽ ഇന്ന് നിങ്ങൾ യൂക്കറിസ്റ്റിലും ദൈനംദിന ജീവിതത്തിലെ ശാന്തമായ തിരഞ്ഞെടുപ്പുകളിലും നിങ്ങളുടെ ആത്മീയ പാസ്പോർട്ട് പുതുക്കുമ്പോൾ ഓർക്കുക, നിങ്ങൾ എന്ത് രേഖകൾ വഹിച്ചാലും, ഭൂമിയിൽ നിങ്ങൾ എന്ത് വെല്ലുവിളികൾ നേരിട്ടാലും, നിങ്ങളുടെ ആത്യന്തിക പൗരത്വം ക്രിസ്തുവിന്റെ ഹൃദയത്തിൽ മുദ്രയിട്ടിരിക്കുന്നു. നീതിയുടെയും സമാധാനത്തിന്റെയും അനന്തമായ സ്നേഹത്തിന്റെയും രാജ്യം. ആ രാജ്യത്തിന്റെ വിശ്വസ്ത പൗരന്മാരായി നമുക്ക് ജീവിക്കാം. കരുണയാൽ തിന്മയ്ക്ക് ഉത്തരം നൽകുക. നീതിയേക്കാൾ നീരസത്തെ തിരഞ്ഞെടുക്കുക. എപ്പോഴും ക്ഷമിക്കുകയും പ്രത്യാശിക്കുകയും ചെയ്യുക. നിങ്ങളുടെ ഹൃദയങ്ങൾ ഇന്ന് അവന്റെ കുരിശും കരുണയും കൊണ്ട് പുതുതായി മുദ്രയിടപ്പെടട്ടെ. അങ്ങനെ നിങ്ങൾ എവിടെ പോയാലും ലോകം നിങ്ങളിൽ രാജാവിന്റെ ഒപ്പ് വായിക്കും. ക്രിസ്തസ് വിൻസിറ്റ്. ക്രിസ്തസ് റെഗ്നാറ്റ്. ക്രിസ്തു ഇംപെരാദ്. ആമേൻ.